എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ റീന മിസ്സാണ്. ഇത് നമ്മുടെ 3ാമത്തെ ക്ലാസ്സാണ്. 1ാമത്തെ 2ാമത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ടിരുന്ന് പഠിക്കുക. അപ്പോൾ അടുത്ത പോർഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണെന്ന്. എല്ലാവരും വീട്ടിലിരുന്നിട്ട് കുറച്ച് നേരമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ എപ്പോഴും ടി വി, എപ്പോഴും ഫോണ്, എപ്പോഴും കഥകൾ വായിക്കുക, അങ്ങനെ ആവരുത്. കുറച്ച് നേരമെങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ കൊറോണയൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളെ പഠനം എപ്പോഴും അതേപോലെ തന്നെ ഉണ്ടാവണം. അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, നോട്ട് ഹൗ സം അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഹാവ് ബീൻ ലിസ്റ്റഡ്. അതായത് നമ്മൾ ഇന്ന് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഈ മൂന്നിലെയും പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ്, അവരുടെ മൂവ്മെൻറ്റ്, അവരുടെ അട്രാക്ഷൻ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 3 കാര്യം, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദീസ് പ്രോപ്പർട്ടീസ് ഡിഫർ ഇൻ വേരിയസ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസും 3 സ്റ്റേറ്റിലും വ്യത്യസ്തമാണ്. അപ്പോൾ അതെങ്ങനെയാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കൂ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് സോളിഡ്, ഇത് ലിക്വിഡ്, ഇത് ഗ്യാസ് ആണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. 3നെയും പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്സ് ദ സെയിം എന്നുള്ളത്. ഞാൻ റഫായിട്ട് ഇവിടെ ഒരു ഫിഗർ വരച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സോളിഡാണ്, ഇത് ലിക്വിഡാണ്, ഇത് ഗ്യാസ് ആണ്. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ എന്ത് മനസ്സിലായി? സോളിഡിലെ പാർട്ടിക്കിൾസ് എല്ലാം വളരെ ക്ലോസ്ലി പാക്ക്ഡ് ആണ്, അടുത്തടുത്തടുത്തവർ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു വൈബ്രേഷൻ വരച്ച് വെച്ചിട്ട്, അതായത് മോളിക്യൂൾസിൻ്റെ വൈബ്രേഷനാണ് ആ കാണുന്നത്. പിന്നെ സോളിഡിനെ അപേക്ഷിച്ച് ലിക്വിഡ് ആണെങ്കിൽ മോളിക്യൂൾസ് അല്പം കൂടി വിട്ടാണ് അവർ നിൽക്കുന്നത്. അവരുടെ ഇടയ്ക്ക് ചെറുതായിട്ട് ഗ്യാപ്പ് ഉണ്ട്. ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണെങ്കിലോ വളരെ ലിബറൽ ആയിട്ടാണ് അവർ, വളരെ ഫ്രീ ആയിട്ടാണ്, വളരെ വിട്ടാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് നിൽക്കുന്നത്. അപ്പോൾ ഇത് സോളിഡാണ്, ഇത് ലിക്വിഡാണ്, ഇത് ഗ്യാസ് ആണ്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ദ സെയിം? ഈ 3ലും അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആണോ? അല്ല, സെയിം അല്ല. ഫസ്റ്റിലാണെങ്കിൽ എന്താ നമ്മൾ പറയാ? ഇൻ സോളിഡ്സ് ദ പാർട്ടിക്കിൾസ് ആർ വെരി ക്ലോസ്ലി പാക്ഡ്. ഇൻ ലിക്വിഡ് ആണ് നമ്മൾ എന്താ പറയാ? ഇൻ ലിക്വിഡ് the arrangement of particles are loosely packed. Gaseous state നമ്മൾ എന്താ പറയാ? The particles are very free to move. No correct packing in gaseous state. പ്രത്യേകിച്ച് പാക്കിംഗ് ഒന്നുമില്ല, വളരെ ഫ്രീ ആണ്, അവർക്ക് എവിടെ വേണമെങ്കിലും പോകും. ലിക്വിഡിൻ്റെ എന്ന് വെച്ചാൽ സോളിഡിൻ്റെ കാര്യത്തിൽ സോളിഡിൻ്റെ ഓരോ പാർട്ടിക്കിൾസിനും ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ടൊന്ന് ഇളകാനൊക്കെ പറ്റും. അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ ലിക്വിഡിനാണെങ്കിലോ ആ ലിക്വിഡിൻ്റെ ഉള്ളിൽ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണെങ്കിലോ അവർക്ക് നാം ഇരിക്കുന്ന പാത്രത്തിൽ എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഇൻ വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്സ് ഡു പാർട്ടിക്കിൾസ് റിമെയിൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ? വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഏത് സ്റ്റേറ്റിലൊക്കെയാണ്? ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്? സോളിഡ്സിൽ മാത്രമാണ്. നമുക്കറിയാം ഇവിടെ സോളിഡ്സിൽ മാത്രമാണ് വളരെ ക്ലോസ് ആയിട്ട് പാർട്ടിക്കിൾസ് പാക്ക് ചെയ്തിട്ടുള്ളത്. ലിക്വിഡിലും ഗ്യാസിലും അങ്ങനെയല്ല. തേർഡ് വൺ നോക്കൂ, ഇൻ വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്സ് ആർ ദ പാർട്ടിക്കിൾസ് മോസ്റ്റ് ഡിസ്റ്റന്റ് അപ്പാർട്ട്? ഏറ്റവും വിട്ട് ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്? ഏറ്റവും വിട്ട് നിൽക്കുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇത് 3 നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഫസ്റ്റ് കാര്യം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ നോക്കൂ ഏതൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? പാർട്ടിക്കിൾസ് ഹാവ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അത് ഡിസ്കസ് ചെയ്യണം. പിന്നെ മൂവ്മെൻറ്റ്, ദെൻ അട്രാക്ഷൻ. ഈ 3 നോക്കൂ. നമ്മൾക്ക് ഈ 3ലും മൂവ്മെൻറ്റിൻ്റെ കാര്യം ഇപ്പം നമ്മൾ പറഞ്ഞു. സോളിഡ്സിലെ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റില്ല, ലിക്വിഡ്സിനും ഗ്യാസിനും മൂവ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ പറഞ്ഞത് എന്താണ്? അട്രാക്ഷനാണ്. അട്രാക്ഷൻ്റെ കാര്യം എങ്ങനെയാണ്? സോളിഡ്സിൻ്റെ കേസിലാണെങ്കിൽ പാർട്ടിക്കിൾസ് വളരെ അടുത്താണ് നിൽക്കുന്നത്. നമുക്കറിയാം വളരെ അടുത്ത് നിൽക്കുമ്പോൾ എപ്പോഴും അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഇപ്പോൾ വളരെ അടുത്ത് പാർട്ടിക്കിൾസ് നിൽക്കുന്നത് കൊണ്ട് സോളിഡ്സിലെ മോളിക്യൂൾസ് തമ്മിൽ നല്ല അട്രാക്ഷൻ ഉണ്ടാവും. ലിക്വിഡ്സ് ആണെങ്കിലോ അട്രാക്ഷൻ കമ്പാരറ്റീവ്ലി ലെസ്. ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണെങ്കിലോ വളരെ കുറവാണ്. വെരി വീക്ക് അട്രാക്ഷൻ മാത്രമേ ഗ്യാഷ്യസ് മോളിക്യൂൾസിനുള്ളൂ.
സോ ദേ ക്യാൻ മൂവ് എവ്രിവർ. എവിടെ വേണമെങ്കിലും പോകാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? അട്രാക്ഷൻ കുറവായതുകൊണ്ടാണ്. മനസ്സിലായി? ഇനി അടുത്ത ടോപ്പിക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഈ കാര്യം മനസ്സിലാവും. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നോക്കൂ, ഞാൻ വായിച്ചു തരാം. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുക. അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. You must have studied that when ice is heated, it changes into water. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഐസ് ചൂടായ അത് വെള്ളം. And when water is further heated, it boils and changes into steam or water vapor. Similarly, change of state occurs to matter in all states. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോളിഡ് ആണ്. ഈ സോളിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സോളിഡിൻ്റെ കേസിൽ നിങ്ങൾ ഒരു ഐസ് എന്ന് വിചാരിക്കും. സോളിഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും. ലിക്വിഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. ദെൻ ഗ്യാസ് കൂൾ ചെയ്ത് കഴിഞ്ഞാലോ, വാട്ടർ വേപ്പർ തണുത്താൽ എന്തായിട്ടാണ് മാറുക? വെള്ളമായിട്ടല്ലേ മാറുക. അപ്പോൾ നിങ്ങളൊരു അടപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന പാത്രമൊക്കെ മൂടി വെച്ചിരിക്കുകയാണെങ്കിൽ ആ അടപ്പ് കൊണ്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം വെള്ളം അങ്ങനെ വീഴും. എന്താ കാരണം? സ്റ്റീമായിട്ടായിരുന്നു അവിടെ നിന്നിരുന്നത്. നമ്മളുടെ എടുത്ത് പുറത്തേക്ക് വയ്ക്കുമ്പോൾ തണുത്തിട്ട് കൂൾ ചെയ്ത് വെള്ളമായിട്ട് താഴത്തേക്ക് വീഴാണ്. അപ്പോൾ ഇവിടെ ലിക്വിഡായിട്ട് മാറും. ലിക്വിഡിനെ വീണ്ടും നമ്മൾ തണുപ്പിച്ചാലോ, ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് വെള്ളത്തെ തണുപ്പിച്ചാൽ എന്തായിട്ട് മാറും? ഐസായിട്ട് മാറുമല്ലോ. അപ്പോൾ സോളിഡായിട്ട് മാറും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുതരാം, നോക്കൂ. ഇപ്പോൾ വാട്ടർ അല്ലെങ്കിൽ സോളിഡ് ഒന്നുകൂടെ പറഞ്ഞുതരാം. സോളിഡിനെ നമ്മൾ ചൂടാക്കുകയാണ്. വീണ്ടും നിങ്ങൾ ഒരുപാട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ് എന്തായിട്ട് മാറും? സോളിഡ് ലിക്വിഡായിട്ട് മാറും. ദെൻ വീണ്ടും ലിക്വിഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലോ, വീണ്ടും നിങ്ങൾ ലിക്വിഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. അതായത് സോളിഡ് മോളിക്യൂൾസ് എനർജി വളരെ കുറവുള്ളവരാണ്. കാരണം നമുക്കറിയാലോ അത് വളരെ ടൈറ്റ്ലി പാക്ഡ് ആണ്, അല്ലേ? ടൈറ്റ്ലി പാക്ഡ് ആണ്. ഇവർക്ക് ഇതിൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനർജി വളരെ കുറവാണ്. മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ കേസിൽ ഇവർക്ക് എനർജി വളരെ കുറവാണ്. നമ്മൾ ഈ സോളിഡ്സിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്കൊക്കെ എന്ത് കിട്ടും? എനർജി കിട്ടും. എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഇവിടെ നിന്ന് മെല്ലെ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ സോളിഡ് എന്ന സ്റ്റേറ്റ് എന്തായിട്ട് മാറും? കുറച്ച് മൂവ് ചെയ്തിട്ട് അവരെന്തായിട്ട് മാറും? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. നിങ്ങൾ ലിക്വിഡിനെ വീണ്ടും ഹീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ലിക്വിഡ് നിങ്ങൾ വീണ്ടും എനർജി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ലിക്വിഡ് എന്തായിട്ട് മാറും? ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും. നല്ലോണം വിട്ടുവിട്ടാൽ പോകും. മനസ്സിലായോ? സോളിഡിന് ഹീറ്റ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ലിക്വിഡ് ആവും. ലിക്വിഡ് വീണ്ടും എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. ഈ സോളിഡ് ലിക്വിഡ് ആവുന്നതിനെ നമ്മളൊരു പേര് പറയും. എന്താ പറയാന്നറിയോ? ലിക്വിഫാക്ഷൻ എന്നാണ് പറയാം. സോളിഡ് ലിക്വിഡായി മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലിക്വിഫാക്ഷൻ. മറന്നു പോകരുത്. സോളിഡ് ലിക്വിഡ് ആവുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയാ? ലിക്വിഫാക്ഷൻ. അതായത് എ സോളിഡ് സബ്സ്റ്റൻസ് ബിക്കം എ ലിക്വിഡ്. എങ്ങനെയാണ് ലിക്വിഡ് ആവുന്നത്? ഈ സോളിഡ് മെൽറ്റ് ചെയ്യുമ്പോഴാണ് ലിക്വിഡ് ആവുക. ആ പോയിന്റിന് നമ്മൾ പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് എന്നാണ്. ഒരു പ്രത്യേക പോയിന്റിൽ വെച്ചാണ് സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുക. ഓരോന്നിനും ഓരോ പോയിന്റ് ഉണ്ടാവുക. അപ്പോൾ വാക്സ് മെൽറ്റ് ചെയ്യുന്ന പോയിന്റ് എല്ലാം വേറെ ഏതെങ്കിലും സബ്സ്റ്റൻസിന് ഉണ്ടാവുക. അപ്പോൾ ഓരോ സബ്സ്റ്റൻസും ഇത്ര എനർജി അബ്സോർബ് ചെയ്തെങ്കിൽ മാത്രമേ ലിക്വിഡായിട്ട് മാറുള്ളൂ. സോളിഡ് ലിക്വിഡായി മാറുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ലിക്വിഫാക്ഷൻ. ആ ടെമ്പറേച്ചർ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മെൽറ്റിംഗ് പോയിന്റ്. മനസ്സിലായോ? മെൽറ്റിംഗ് പോയിന്റ് എന്നാണ് പറയാം. അപ്പോൾ ലിക്വിഫാക്ഷൻ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? എ സോളിഡ് സബ്സ്റ്റൻസ് ബിക്കം എ ലിക്വിഡ് ബൈ ലിക്വിഫാക്ഷൻ. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ മെൽറ്റിംഗ് takes place is called as melting point. മനസ്സിലായോ? ഇനി അടുത്ത നോക്കൂ, ലിക്വിഡ് ഗ്യാസ് ആവുന്നതാണ്. ലിക്വിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക? നിങ്ങൾക്ക് അറിയണ്ടാവും. ലിക്വിഡ് ഗ്യാസ് ആവുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് വേപ്പറൈസേഷൻ എന്ന് പറയാം, അല്ലേ? വാട്ടർ വേപ്പർ ആവുന്നു. അപ്പോൾ നമ്മൾ പറയുന്ന പേരാണ് വേപ്പറൈസേഷൻ. വേപ്പറൈസേഷൻ മനസ്സിലായോ? വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ ബൈ ദിസ് പ്രോസസ് എ ലിക്വിഡ് ബിക്കംസ് എ ഗ്യാസ്.
ദെൻ അടുത്ത നേരെ റിവേഴ്സാണ്, തിരിച്ച് അങ്ങോട്ട് പോവുകയാണ് നമ്മൾ. എങ്ങനെയാണ് പോകുന്നത്? ഗ്യാസ് ലിക്വിഡ് ആവുന്നു. ഗ്യാസ് ലിക്വിഡ് ആവുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വാട്ടർ വേപ്പർ തണുത്ത് കഴിഞ്ഞു. അതായത് ഈ ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല എനർജിയുള്ള സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ ഗ്യാഷ്യസ് സ്റ്റേറ്റ് കൂളാവുകയാണ്. കൂളാവുക എന്ന് പറഞ്ഞാൽ തണുക്കുകയാണ്. തണുക്കുന്ന സമയത്ത് മോളിക്യൂൾസ് ഒന്നും കൂടെ അടുത്ത് വരും. കാരണം എന്താണെന്നറിയാം, അവരുടെ എനർജി നഷ്ടപ്പെടും. എനർജി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർ ഒന്നും കൂടെ അടുത്തേക്ക് വരാൻ തുടങ്ങും. ഈ അടുത്തേക്ക് വരുമ്പോൾ ആ സ്റ്റേറ്റ് എന്തായിട്ട് മാറും? ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്നുള്ളത് കുറച്ചും കൂടെ അടുത്തേക്ക് മോളിക്യൂൾസ് വന്നു കഴിഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ ലിക്വിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്ന പ്രോസസ്സിന് നമ്മൾ എന്താ പറയുക? അതിന് പറയുന്ന പേരാണ് കണ്ടൻസേഷൻ എന്നാണ് പറയാം. ഈ കണ്ടൻസേഷൻ നടക്കണമെങ്കിൽ എനർജി ലോസ് ആവണം. വേപ്പറൈസേഷൻ നടക്കണമെങ്കിലോ ലിക്വിഡ് ഗ്യാസ് ആവുന്നതിനാണ് നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയാം. ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴാണ് വേപ്പറൈസേഷൻ നടക്കുക. ഗ്യാസ് ഹീറ്റിനെ റിലീസ് ചെയ്യുമ്പോഴാണ് ഇത് നടക്കുക? കണ്ടൻസേഷൻ നടക്കുക. മനസ്സിലായോ? ഇനി വീണ്ടും ലിക്വിഡ് വീണ്ടും നമ്മൾ കൂൾ ചെയ്യാണ്. അപ്പോൾ വീണ്ടും ഒന്നും കൂടി മോളിക്യൂൾസ് അടുക്കും. അതായത് അവരുടെ എനർജി വീണ്ടും പോകും. വീണ്ടും പോയിട്ട് ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇത് എളുപ്പമാണ് മനസ്സിലാക്കാൻ. സോളിഡ് ലിക്വിഡ് ആവുന്നത് ലിക്വിഫാക്ഷൻ. ലിക്വിഡ് സോളിഡ് ആവുന്നത് നമ്മൾ പറയുന്ന പേര് എന്താ പറയുക? സോളിഡിഫിക്കേഷൻ എന്നാണ് പറയാം. സോളിഡിഫിക്കേഷൻ. മനസ്സിലായല്ലോ? ഇപ്പം ഇത്രയും ഇപ്പം നമ്മൾ 4 കാര്യങ്ങളാണ് പഠിച്ചത്. എന്തൊക്കെയാണ് പഠിച്ചത്? സോളിഡ് ലിക്വിഡ് ആവുന്നു, ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ. ലിക്വിഡ് ഗ്യാസ് ആവുന്നു, അതും ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ. സോളിഡ് ലിക്വിഡ് ആവുന്നതിന് പറയുന്ന പേര് ലിക്വിഫാക്ഷൻ. ലിക്വിഡ് ഗ്യാസ് ആവുന്നതിന് പറയുന്ന പേര് വേപ്പറൈസേഷൻ. ഇത് നേരെ തിരിച്ച് ഹീറ്റ് റിലീസ് ആവുകയാണ്. ഗ്യാസ് ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ലിക്വിഡ് സ്റ്റേറ്റ് ആവും. ലിക്വിഡ് വീണ്ടും ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? സോളിഡ് ആവും. ദാറ്റ് ഈസ് കോൾഡ് ആസ് സോളിഡിഫിക്കേഷൻ. ഇപ്പം ഇത്രയും സ്റ്റേറ്റ്സ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളൊരു കാര്യം, ഇപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. സോളിഡ് ലിക്വിഡ് ആവുന്ന ആ പെർട്ടിക്കുലർ പോയിന്റിന്, അതായത് ആ ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ലിക്വിഡ് ഗ്യാസ്, അതായത് 0 ഡിഗ്രിയിൽ വെച്ചിട്ടാണ് ഐസ് എന്തായിട്ട് മാറുക? വാട്ടർ ആയിട്ട് മാറുക. അത് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് നമ്മൾ പറയുന്നത്. അപ്പോൾ 0 ഡിഗ്രിയാണ്. ദെൻ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു. ലിക്വിഡ് ഇപ്പോൾ വാട്ടർ എപ്പോഴാണ് വാട്ടർ വേപ്പർ ആയിട്ട് മാറുക? ഏത് ഡിഗ്രിയിലാണ്? 100 ഡിഗ്രിയിലാണ്. അപ്പോൾ നമ്മൾ ഈ 100 ഡിഗ്രി എന്താ ശരിക്കും പറയാറ്? സാധാരണ ബോയിലിംഗ് പോയിന്റ് എന്നാണ് പറയുക. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക, ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നമ്മളിവിടെ 2 പോയിന്റുകൾ പഠിച്ചു കേട്ടോ. മെൽറ്റിംഗ് പോയിന്റ് പഠിച്ചു, ബോയിലിംഗ് പോയിന്റ് പഠിച്ചു. ഇനി അടുത്ത നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കൂ. ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ നിങ്ങൾ പഠിച്ച് സോളിഡ് ലിക്വിഡ് ആവുന്നു, ലിക്വിഡ് ഗ്യാസ് ആവുന്നു, ഗ്യാസ് കൂൾ ചെയ്യുമ്പോൾ ലിക്വിഡ് ആവുന്നു, ലിക്വിഡ് അഗെയിൻ കൂൾ ചെയ്യുമ്പോൾ സോളിഡ് ആവുന്നു. ഇനി അതിൻ്റെ അടുത്ത പോർഷൻ നോക്കൂ, അടുത്ത ഭാഗം. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഹിയർ? ഏത് എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് എനർജി റിലീസ് ചെയ്യുമ്പോഴാണ് ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഒക്കെ സംഭവിക്കുന്നത്? ഏത് എനർജിയാണ്? ഹീറ്റ് എനർജി. ശരിയല്ലേ? Observe the figure that depicts the movement of particles in solid, liquid and gas. അതിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. What are the changes that happen to the following properties when heat is absorbed? ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഈ താഴെ 4 പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 പ്രോപ്പർട്ടീസും എങ്ങനെയാവും എന്നാണ് ചോദ്യം. എനർജി ഓഫ് പാർട്ടിക്കിൾസ് വളരെ സിമ്പിളാണ്. എന്താ എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്ന് സംഭവിക്കും? സോളിഡ് ലിക്വിഡ് ആവണമെങ്കിലും ലിക്വിഡ് ഗ്യാസ് ആവണമെങ്കിലൊക്കെ നമ്മൾ പറഞ്ഞു ഹീറ്റ് എനർജി വേണമെന്ന്. അപ്പോൾ സോളിഡിന് എനർജി വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ സോളിഡിന് എനർജി കുറവാണ്. സോളിഡ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ ലിക്വിഡ് ആവും, ലിക്വിഡ് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഗ്യാസ് ആവും. അപ്പോൾ എന്ത് സംഭവിക്കും? എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. ദെൻ വാട്ട് ഹാപ്പൻസ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്? ഡിസ്റ്റൻസ് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓൾസോ ഇൻക്രീസസ്. Then what happens to attraction between the particles? Attraction എന്ന് പറഞ്ഞാൽ ദൂരം കൂടുന്തോറും നമുക്ക് അട്രാക്ഷൻ കുറയും. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ അട്രാക്ഷൻ കുറയും. അപ്പോൾ ഡിസ്റ്റൻസ് കൂടി അതിന് അട്രാക്ഷൻ കുറഞ്ഞു. വിട്ടുവിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആകർഷണം കുറവായിരിക്കും. Then attraction of particles decreases. Then what happens to movement of particles? മൂവ്മെന്റ് എന്ന് സംഭവിക്കും. സോളിഡ് മോളിക്യൂൾസ് cannot move, അല്ലേ? മൂവ് ചെയ്യാനേ പറ്റില്ല. ദെൻ ലിക്വിഡിനാണെങ്കിലോ ദേ ക്യാൻ മൂവ് ഇൻസൈഡ് ദ ലിക്വിഡ്.
ലിക്വിഡിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് കൂടി. ദെൻ വീണ്ടും എനർജി അബ്സോർബ് ചെയ്ത് ഗ്യാസ് ആകുമ്പോഴും അവർക്ക് വീണ്ടും എനർജി കൂടി. അപ്പോൾ വീണ്ടും അവരുടെ മൂവ്മെൻറ്റ് കൂടി. അപ്പോൾ എനർജി ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലാവും, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസും കൂടുതലാവും. അട്രാക്ഷൻ മാത്രം എന്ത് സംഭവിക്കും? കുറയും. ഇറ്റ് ഡിക്രീസസ്. ദെൻ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓൾസോ ഇൻക്രീസസ്. മനസ്സിലായോ? ഇനി അടുത്ത പേജിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഞാൻ വായിക്കാം. We convert solid into liquid and subsequently liquid into gas by supplying heat. Okay. If so, won't the particles of gas have higher energy than in the other two states? അങ്ങനെയാണെങ്കിൽ, അതായത് ലിക്വിഡ് സോളിഡ് എനർജി അബ്സോർബ് ചെയ്ത് ലിക്വിഡ് ആവുന്നു, ലിക്വിഡ് വീണ്ടും എനർജി അബ്സോർബ് ചെയ്ത് ഗ്യാസ് ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഗ്യാസിനാണല്ലോ ഹൈ എനർജി മറ്റ് രണ്ട് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് എന്നാണ് പറഞ്ഞത്. The particles of solid are very close to each other. Their freedom of movement is limited. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സോളിഡ് പാർട്ടിക്കിൾസ് വളരെ ക്ലോസ് ആണ്. അവർക്ക് അവിടെ നിന്നോണ്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. Their freedom of movement is limited. Then second one നോക്കൂ. In the liquid state, particles are relatively farther apart. Relatively എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സോളിഡിനെ അപേക്ഷിച്ചാണ് കേട്ടോ. അപ്പോൾ in the liquid state, particles are relatively farther apart and have more freedom of movement than in the solid state. സോളിഡ് സ്റ്റേറ്റിനേക്കാളിലും അവർ കുറച്ചുകൂടി വിട്ടുവിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അല്പം കൂടി ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉണ്ട്. And third one നോക്കൂ. In the gaseous state, particles remain far away from one another. വളരെ വിട്ടാണ് നിൽക്കുന്നത്. Their freedom of movement is very high. അതായത് ഒരു പാത്രം, നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്, ഏത് ചെറിയ പാത്രത്തിലെടുത്താൽ അത് നിറഞ്ഞു നിൽക്കും, വലിയ പാത്രത്തിലെടുത്താൽ അതും നിറഞ്ഞു നിൽക്കും, അല്ലേ? അപ്പോൾ അവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. The difference in temperature causes the change of state. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായത്? ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനൊക്കെ കാരണം എന്താണ്? അവരുടെ ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് ആണ്. ഏറ്റവും ടെമ്പറേച്ചർ കുറവാർക്കാണ്? നമ്മളിപ്പോൾ പറഞ്ഞാൽ എനർജി ഏറ്റവും കുറവാർക്കാണ്? സോളിഡിന്. ഏറ്റവും കൂടുതൽ ആർക്കാണ് എനർജി ഉള്ളത്? ഗ്യാസിനാണ്. അപ്പോൾ അവർക്ക് ഹൈ മൂവ്മെൻറ്റ് കിട്ടും. മനസ്സിലായോ? In all state, when heat is provided, the energy and movement of particles increases, while attraction among particles decreases. അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റിലാണെങ്കിലും ഹീറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനർജിയും മൂവ്മെൻറ്റും എന്ത് സംഭവിക്കും? കൂടും. പക്ഷേ എനർജിയും മൂവ്മെൻറ്റും കൂടുന്നതിനനുസരിച്ച് അവരുടെ അട്രാക്ഷൻ ഇറ്റ് വിൽ ഡിക്രീസ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് നോക്കൂ. സം സബ്സ്റ്റൻസസ് വെൻ ഹീറ്റഡ് ചേഞ്ച് ഡയറക്ട്ലി ഇൻ ടു ഗ്യാസ് വിത്തൗട്ട് ഫോമിങ് ലിക്വിഡ്. അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ക്യാംഫർ, കർപ്പൂരം നിങ്ങൾ കണ്ടിട്ടുണ്ട്. കർപ്പൂരമൊക്കെ ചൂടാക്കില്ലേ നമ്മൾ വൈകിട്ട് ദീപം കത്തിക്കുമ്പോഴോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അല്ലാത്ത കുട്ടികളാണെങ്കിലും കണ്ടിട്ടുണ്ടാവും ക്യാംഫർ. അതേപോലെ തന്നെ നിങ്ങൾ ക്യാംഫർ കാണാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പാറ്റ ഗുളിക കണ്ടിട്ടില്ലേ? നാഫ്തലീൻ ബോൾസ് എന്ന് പറയണത് പാറ്റ ഗുളിക. അപ്പോൾ ഇതൊക്കെ എന്താ സംഭവിക്കുക എന്ന് പറയാം, ചൂട് തട്ടിക്കഴിഞ്ഞാൽ അതൊരിക്കലും ലിക്വിഡായി മാറില്ല. ഡയറക്റ്റ് എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ടാണ് മാറുക. ഇപ്പോൾ പാറ്റ ഗുളിക ചൂടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയെങ്കിലും പാറ്റയൊക്കെ വരുന്ന സ്ഥലത്ത് പാറ്റ ഗുളിക കൊണ്ടുപോയി ഇടുക ചെയ്യുക. അത് ഈ റൂം ടെമ്പറേച്ചറിൽ തന്നെ എന്തായിട്ട് മാറും? ഇങ്ങനെ ഗ്യാസ് ആയിട്ട് മാറും. നല്ല സ്മെല്ല് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചില സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ചേഞ്ച് ഡയറക്ട്ലി ഇൻ ടു ഗ്യാസ് വിത്തൗട്ട് ഫോമിങ് ലിക്വിഡ്. ലിക്വിഡ് ആവാതെ ഗ്യാസ് ആയിട്ട് മാറും. ആ ഫിനോമിനൻ നമ്മൾ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. ഗ്യാഷ്യസ് സ്റ്റേറ്റ് സോളിഡ്സ് പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറുക? ഗ്യാസ് ആയിട്ട് മാറുക ബൈ അബ്സോർബിങ് ഹീറ്റ്. അതേപോലെ തിരിച്ചു മാറും കേട്ടോ. ഗ്യാസ് സോളിഡ് ആയിട്ട് മാറും. അതിന് പറയുന്ന പേരാണ് സോളിഡിഫിക്കേഷൻ. ലിക്വിഡ് സോളിഡ് ആവുന്നതിനും സോളിഡിഫിക്കേഷൻ എന്നാ പറയുക. ഗ്യാസ് സോളിഡ് ആവുന്നതിനും സോളിഡിഫിക്കേഷൻ എന്ന് തന്നെയാണ് പറയുക. നോക്കൂ. വെൻ ദ വേപ്പേഴ്സ് ഓഫ് ദീസ് സബ്സ്റ്റൻസസ് ആർ കൂൾഡ് ദേ ചേഞ്ച് ഡയറക്ട്ലി ഇൻ ടു ദ സോളിഡ് ഫോം. ഇപ്പോൾ ഈ നാഫ്തലീൻ വേപ്പറായിട്ട് പോകുമ്പോൾ നിങ്ങളൊരു പാത്രത്തിലൊക്കെ ഇട്ട് അടച്ചു വെച്ചിട്ട് ആ പാത്രത്തിൽ ഇപ്പം നാഫ്തലീൻ ചുറ്റും പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അതിനെ വീണ്ടും നിങ്ങൾ
When the vapors of these substances are cooled, they change directly into solid form. അപ്പോൾ ഈ നാഫ്തലിൻ ആൻഡ് അയോഡിൻ ആർ എക്സാമ്പിൾസ് ഫോർ ഈച്ച് സബ്സ്റ്റൻസ്. ഇപ്പോൾ ഇതൊക്കെ വേപ്പറായിട്ട് പോകുമ്പോൾ ആ വേപ്പർ കൂൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? ഈ സോളിഡ് ഫോം കിട്ടും. മനസ്സിലായോ? ഈ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്. എന്താ സംഭവിക്കുക? മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിന് ഇറ്റ് വിൽ ഇൻക്രീസ് അല്ലേ? ദെൻ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് വെൻ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഇൻക്രീസ്. നിങ്ങളുടെ ആ മനസ്സിൽ ആ പിക്ചർ ഉണ്ടായാൽ മതി കേട്ടോ. വെൻ ഗ്യാസ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്, ഗ്യാസ് ലിക്വിഡായി മാറുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിന് ഗ്യാസ് ലിക്വിഡായിട്ട് മാറാൻ നമ്മൾ പറയുമ്പം ഈ പാർട്ടിക്കിൾസിന് എനർജി ഇച്ചിരി കുറയുമല്ലോ. അപ്പോൾ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് കുറയും. വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്, സോളിഡ് ഗ്യാസ് ആയി മാറാണ്. സോളിഡ് ഗ്യാസ് ആയിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? സോളിഡ് ഗ്യാസ് ആയിട്ട് മാറാൻ നമ്മൾ സോളിഡ് ലിക്വിഡായിട്ട് ഗ്യാസ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഗ്യാസ് ആയിട്ട് മാറാം. ഈ രണ്ട് കേസിൽ അവർക്ക് എന്ത് സംഭവിക്കണം? എനർജി അബ്സോർബ് ചെയ്യണം. എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ഇൻക്രീസ്. ഇനി അടുത്ത ടേബിൾ രണ്ടാമത്തെ നോക്കൂ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് വെൻ സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്. എന്ത് സംഭവിക്കും? സോളിഡ്സ് നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾസിന് അവിടെ തന്നെ നിൽക്കണം, മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ലിക്വിഡിനാണെങ്കിലോ ലിക്വിഡിൻ്റെ ഉള്ളിലൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്? ഇവിടെ ഈ പിക്ചർ നോക്കുകയാണെന്ന് വെച്ചാൽ പിക്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇപ്പോൾ നോക്കൂ, ഈ പിക്ചർ നോക്കൂ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് എന്താണ്? വെൻ സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ് എന്ത് സംഭവിക്കും? സോളിഡ് ലിക്വിഡ് ആവുമ്പോൾ ഡിസ്റ്റൻസ് എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ഇൻക്രീസ് അല്ലേ? അത് കൂടും. ദെൻ വെൻ ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ്, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുമ്പോഴും ഡിസ്റ്റൻസ് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഇൻക്രീസ്. വെൻ ഗ്യാസ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്, ഗ്യാസ് ലിക്വിഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? നേരെ തിരിച്ചാണ് അല്ലേ? ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഡിക്രീസ്. വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്, സോളിഡ് ഗ്യാസ് ആയിട്ട് മാറും. അപ്പോൾ എന്താ സംഭവിക്കുക? Distance between the particles, it will increase. The third one നോക്കൂ, attraction between particles. When solid changes into liquid, what happens to attraction? Solid changes to liquid. Attraction decrease ചെയ്യും. കാരണം മോളിക്യൂൾസ് ഒക്കെ വിട്ടുവിട്ട് പോയില്ലേ, പാർട്ടിക്കിൾസ് ഒക്കെ വിട്ടുവിട്ട് പോയില്ലേ, അപ്പോൾ അട്രാക്ഷൻ സംഭവിക്കും, അട്രാക്ഷൻ കുറയും. ഇനി അടുത്ത് നോക്കൂ, വെൻ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്. ഇനി ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? അട്രാക്ഷൻ വീണ്ടും കുറയും. ഇറ്റ് ഓൾസോ ഡിക്രീസ്. വെൻ ഗ്യാസ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്, ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുന്നു. എന്താ സംഭവിക്കുക? അട്രാക്ഷന് മോളിക്യൂൾസ് ഒന്നുകൂടെ അടുത്ത് വന്നു അല്ലേ? അടുത്ത് വന്നു കഴിഞ്ഞാൽ അട്രാക്ഷൻ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഇൻക്രീസ്. വെൻ സോളിഡ് ചേഞ്ചസ് ടു ഗ്യാസ്, സോളിഡ് ഗ്യാസ് ആയിട്ട് മാറും. എന്ത് പറ്റുക? അട്രാക്ഷന് സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ അട്രാക്ഷൻ ഡിക്രീസ്, കുറയും. ലാസ്റ്റ് വൺ നോക്കൂ, എനർജി ഓഫ് പാർട്ടിക്കിൾസ്. വെൻ സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്, സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ എനർജിക്ക് എന്താ സംഭവിക്കുക? സോളിഡ് ലിക്വിഡ് ആവണമെങ്കിൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യണമല്ലോ. അപ്പോൾ സോളിഡിനേക്കാൾ എനർജി ഇല്ലേ ലിക്വിഡിന്? ലിക്വിഡിൻ്റെ എനർജി കൂടുതലാണ് സോളിഡിനേക്കാൾ. അപ്പോൾ ഇറ്റ് ഇൻക്രീസ്. അത് എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഇവിടെ ഇൻക്രീസ് ചെയ്യും. ദെൻ വെൻ ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ്, ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ വീണ്ടും ഇവർ എനർജി അബ്സോർബ് ചെയ്താലേ ഗ്യാസ് ആവും. അപ്പോൾ വീണ്ടും എനർജി ഇൻക്രീസ്. വെൻ ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ്, ഗ്യാസ് ലിക്വിഡ് ആവുകയാണ്. ഗ്യാസ് ലിക്വിഡ് ആവണമെങ്കിൽ കൂൾ ചെയ്യണം. കൂൾ ചെയ്യാൻ മീൻസ് എനർജി റിലീസ് ചെയ്യണം, എനർജി എന്ന് പോകണം. പോകുമ്പോൾ എന്താ സംഭവിക്കുക? പാർട്ടിക്കിൾസ് കുറച്ചുകൂടെ അടുത്ത് വരും, അപ്പോഴാണ് അവർ ലിക്വിഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ എനർജി ഡിക്രീസ്, കുറയും. ദെൻ വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്, സോളിഡ് ഗ്യാസ് ആവുകയാണ്. സോളിഡ് ഗ്യാസ് ആവണമെങ്കിൽ എന്ത് വേണം? ഒരുപാട് എനർജി അബ്സോർബ് ചെയ്യണം. ആ കേസിൽ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഇറ്റ് വിൽ ഇൻക്രീസ്. അപ്പം ഞാനിവിടെ ഈ ഇതിൽ ഫില്ല് ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങളിതൊന്നും ഇങ്ങനത്തെ ഒരു കോളം നിങ്ങൾ വരയ്ക്കുക. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോളം വരച്ചിട്ട് സ്വന്തമായിട്ടൊന്ന് ഫില്ല് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ഇപ്പം നമ്മൾ സോളിഡ് ലിക്വിഡ് ഗ്യാസും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി കാര്യങ്ങളാണ് പഠിച്ചത്. നിങ്ങളൊരു 2 പ്രാവശ്യമെങ്കിലും ഈ വീഡിയോ ഒന്ന് കേൾക്കുക. അപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതൊക്കെ ഏത് സമയത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഓരോ സോളിഡ് ലിക്വിഡ് ആവുന്ന എന്താണ്, ലിക്വിഡ് ഗ്യാസ് ആവുന്ന എന്താണ് എന്നൊക്കെ ഉള്ളത് ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക.
അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ മുന്നത്തെ 2 വീഡിയോസും ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഇരുന്ന് കാണണം. ഇത് നമ്മുടെ 3ാമത്തെ വീഡിയോ ആണ്. ഇനി നാളെ ഇതിൻ്റെ അടുത്ത പോർഷൻ, അതായത് ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് ഞാൻ അടുത്ത നാളെ ഇടുക. നമ്മൾ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് രാത്രി ഇരുന്ന് കാണാം, അല്ലെങ്കിൽ നാളെ പകലിരുന്ന് കാണാം, ഒക്കെ സമയമുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ല കുട്ടികളാവുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ബെല്ലൈക്കണോട് നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കൃത്യമായിട്ട്. അല്ലെങ്കിൽ റീന മിസ് എന്നൊന്ന് ഇടയ്ക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കിട്ടും. അപ്പോൾ എല്ലാ നല്ല കുട്ടികൾക്കും നാളെ വരെ ബൈ.